ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും സവിശേഷവും ഊർജ്ജസ്വലവുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരാടം. പൂർവാഷാഢ എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം ധനുരാശിയിൽ 13°20' മുതൽ 26°40' വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭാഗ്യത്തിന്റെ പ്രതീകമാണോ പൂരാടമെന്ന ചോദ്യത്തിന് ജ്യോതിഷാചാര്യന്മാർ നൽകുന്ന ഉത്തരം അതേ എന്ന് തന്നെയാണ്. എന്നാൽ ഈ ഭാഗ്യം വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യമെന്നത് ഒരു അടഞ്ഞ വാതിൽ പോലെയാണ്. അതിന്റെ താക്കോൽ അവരുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു പൂരാടം നക്ഷത്രക്കാരന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പൂരാടം പിറന്നാൽ നാടാകെ പൂക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് അർത്ഥമാക്കുന്നത് ഈ നക്ഷത്രക്കാരന്റെ വിജയം അയാൾക്ക് മാത്രമല്ല, അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും മൊത്തം ഐശ്വര്യം നൽകും എന്നാണ്. അതിനാൽ പൂരാടം നക്ഷത്രക്കാർ തങ്ങളുടെ പോസിറ്റീവ് എനർജി തിരിച്ചറിയുകയും അത് ലോകത്തിന്റെ നന്മയ്ക്കും സ്വന്തം പുരോഗതിക്കുമായി ഉപയോഗിക്കുകയും ചെയ്യുക. ഭാഗ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. അത് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈശ്വരവിശ്വാസവും കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ പൂരാടം നക്ഷത്രക്കാരെ തടയാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ അജയ്യനാണ്, ഭാഗ്യവാനാണ്. ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകൾ, ഭാഗ്യവശങ്ങൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ, വിജയമന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പൂർവാഷാഢ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യത്തെ അജയ്യൻ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തോൽക്കാൻ മനസ്സില്ലാത്തവരും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരുമാണ് പൂരാടം നക്ഷത്രക്കാർ. ഈ നക്ഷത്രത്തിന്റെ പ്രതീകങ്ങൾ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ആനക്കൊമ്പ്, ആനയുടെ കരുത്തും ഗാംഭീര്യവും ലക്ഷ്യബോധവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആനക്കൊമ്പ് അമൂല്യമാണ്. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ കഴിവും വ്യക്തിത്വവും അമൂല്യമാണ്. മുറം, നെല്ലും പതിരും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മുറം ജീവിതത്തിലെ നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ഇവരുടെ വിവേചന ബുദ്ധി വളരെ വലുതാണ്. ഒരു നക്ഷത്രത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിന്റെ അധിപനായ ഗ്രഹവും ദേവതയുമാണ്. പൂരാടത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ കൗതുകകരമാണ്. ആഡംബരം, കല, പ്രണയം, സൗന്ദര്യം, സുഖസൗകര്യങ്ങൾ എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ. പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഭൗതികമായ എല്ലാ ഭാഗ്യങ്ങൾക്കും പിന്നിൽ ശുക്രന്റെ അനുഗ്രഹമുണ്ട്. ആകർഷകമായ വ്യക്തിത്വം, നല്ല വസ്ത്രധാരണം, കലാപരമായ അഭിരുചി എന്നിവ ഇവർക്ക് ലഭിക്കുന്നത് ശുക്രനിൽ നിന്നാണ്. പൂരാടം വരുന്നത് ധനുരാശിയിലാണ്. ധനുവിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ്. വിവേകം, അറിവ്, നീതിബോധം, ഈശ്വരവിശ്വാസം എന്നിവ വ്യാഴം നൽകുന്നു. ജലമാണ് പൂരാടത്തിന്റെ ദേവത. ഒഴുകുന്ന വെള്ളം പോലെ തടസ്സങ്ങളെ മറികടക്കാനും ഏതു രൂപത്തിലേക്കും മാറാനും ഇവർക്ക് കഴിയും. പ്രപഞ്ചത്തിലെ സർവ്വചൈതന്യവും ജലത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതുപോലെ എല്ലാ ഭാഗ്യങ്ങളും ഇവരിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം തുണയ്ക്കണമെങ്കിൽ വ്യക്തിത്വത്തിൽ ചില ഗുണങ്ങൾ വേണം. പൂരാടം നക്ഷത്രക്കാർ സ്വാഭാവികമായും ചില സവിശേഷതകൾ ഉള്ളവരാണ്. ഇവർ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവരാണ്. ഏതു വലിയ കാര്യവും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു.